ഖത്തർ വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ വിമാനം മുടങ്ങി. അവിടെ കുടുങ്ങിക്കിടക്കുന്നവരിൽ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അയർലൻഡിൽ നിന്നും ലണ്ടനിൽ നിന്നും ഒക്കെ വന്നിട്ട് ട്രാൻസിറ്റ് ആയിട്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ പിന്നെ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറേ കുഞ്ഞു കുട്ടികൾ, തീരെ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ തൊട്ട്, അതുപോലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്ന തീരെ കുഞ്ഞു കുട്ടികൾ തൊട്ട് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ എന്താണ് നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെ ക്യാൻസൽ ആയത് എന്താണെന്നോ ഒന്നും ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ നമ്മളെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെ തിരിച്ചിറക്കി കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വേറൊരു അപ്ഡേഷനും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ദോഹയിലെ വിമാനത്താവളത്തിൽ നിന്ന് ബിനു നായർ ചേരുന്നുണ്ട് തത്സമയം. ബിനു, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ എന്ത് വിശദീകരണമാണ് ഈ വിമാന കമ്പനി ഖത്തർ എയർവേസ് നിങ്ങളോട് പറയുന്നത്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോരാൻ കഴിയാത്തത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം ഈ ഖത്തർ എയർവേസ് നൽകുന്നുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു അപ്ഡേറ്റും ഇല്ല. ഇവർക്കൊന്നും അറിയത്തില്ല എന്തുവാ ചെയ്യണ്ടേ, എന്തുവാ ചെയ്യാത്തെ. ഞങ്ങളുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ദർ ഇസ് നോ അപ്ഡേറ്റ്. ഒരു അപ്ഡേറ്റും ഇല്ല ഞങ്ങളുടെ കയ്യിൽ. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ഹൗ യു ആർ ആസ്കിങ്. ഞങ്ങളും ഒഫീഷ്യൽസിനോട് ചോദിച്ചിട്ട് ഇരിക്കുക അപ്ഡേറ്റ്സ് ഉണ്ടോ. ഇറ്റ്സ് ബീൻ മോർ ദാൻ 24 hours, ഒരു അപ്ഡേറ്റും ഇല്ല. നിങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് എത്ര സമയമായി ഇപ്പോൾ? ഞങ്ങൾക്ക് ആസ് എൻ ആവറേജ് മോർ ദാൻ 36 hours. ഇന്നലെ 24 hours മിസൈലിന്റെ ഇത് കഴിഞ്ഞിട്ട് 24 hours ആയല്ലോ. ബട്ട് there are people who are stuck here for last 36 hours. ഞങ്ങളെ ഫ്ലൈറ്റിൽ കയറ്റിയായിരുന്നു, ബോർഡ് ചെയ്തിട്ട് പിന്നെ ഡീബോർഡ് ചെയ്തു. കൊച്ചി എയർപോർട്ടിൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തേ. ബട്ട് ദെൻ വി ആർ ഇൻ റെഗുലർ കോൺടാക്ട് വിത്ത് അതോറിറ്റീസ് ഹിയർ. ഞങ്ങൾക്ക് ഒരു അപ്ഡേറ്റ്സും ഇല്ല. ഞങ്ങളുടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 308 പീപ്പിൾ. എന്നിട്ട് 45 days തൊട്ട് 78 വയസ്സ് വരെ ആൾക്കാരുണ്ട്. there are people with heart conditions, diabetes, lot of help needed. പക്ഷെ ഇവിടെ ആർക്കും ഹെൽപ്പ് കിട്ടുന്നില്ല. ട്വീറ്റും അയച്ചിട്ടുണ്ട് എക്സൽ ടു ദ എംബസി ഹിയർ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നോ റെസ്പോൺസ്. ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. സോ വി ആർ ഇൻ ഡയർ നീഡ് ഓഫ് ഹെൽപ്പ് ഫ്രം സംവൺ. ഈ ഭക്ഷണം, വെള്ളം ഇതൊന്നും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലേ? സാധാരണ ഇത്തരം ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഒരുക്കി തരുന്നതാണല്ലോ ഈ വിമാന കമ്പനി. ഈ ഖത്തർ എയർവേസ് അതൊന്നും നൽകുന്നില്ല യാത്രക്കാർക്ക്? ഭക്ഷണമുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല പിള്ളേർക്ക്. സിക്സ് മന്ത്സിന്റെ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല, ഈവൻ ഫോർ അസ്. കാരണം ഡിമാൻഡ് ഒത്തിരി കൂടി, അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനൊന്നും കൊള്ളത്തില്ല. ടോക്കിംഗ് അബൌട്ട് മൈസെൽഫ്, ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. കൂപ്പൺ ഇവർ തന്നു, പക്ഷെ അത് കഴിക്കാൻ തോന്നുന്നില്ല. എന്നിട്ട് ഭയങ്കര അൺസർട്ടനിറ്റിയാ. നെക്സ്റ്റ് എന്തോ ആർക്കും ഒന്നും അറിയത്തില്ല. അബ്സല്യൂട്ട്ലി നോ ഐഡിയ. when will we catch a flight, when is the next flight? ആർക്കും അത് ആരുടെ കയ്യിലും സൊല്യൂഷൻ ഇല്ല. nobody has got a solution. പിന്നെ ഇവിടെ ട്രാൻസ്ഫർ ഡെസ്കിൽ എത്താൻ തന്നെ it takes nearly 6.5 hours as an average to reach them. ബിനു, നമുക്ക് ഇന്നലെ അവിടെ ഈ ദോഹയിലുണ്ടായ ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ പലയിടത്തും മുടങ്ങുകയോ ഡിലേ ആവുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ സർവീസുകൾ ഭാഗികമായി തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിഗോ അവരുടെ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പൊതു സാഹചര്യം ഇതാണോ? എല്ലാ വിമാനങ്ങളും ഡിലേ ആവുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയുമാണോ? എന്താണ് അവിടുത്തെ മുഴുവൻ പ്രശ്നവും? അതാണോ നിങ്ങളുടെ മാത്രം ഈ ഫ്ലൈറ്റിന്റെ മാത്രം ഇഷ്യൂ ആണോ അത്? ആസ് പെർ മൈ നോളജ് ഈ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ മുമ്പ് തന്നെ ഡൽഹിയിലെ ഫ്ലൈറ്റ് പോയി, ബാംഗ്ലൂരിലെ ഫ്ലൈറ്റ് പോയി. ദേ ആബ്സല്യൂട്ട്ലി ഹാഡ് നോ ഇഷ്യൂസ്. ഞങ്ങൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അവർ പറയുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ക്ലിയറൻസ് ഇല്ല ടു ലാൻഡ് is what these guys are saying. ഖത്തർ എയർവേസിന് ക്ലിയറൻസ് കിട്ടുന്നില്ല, അതുകൊണ്ടാ ഇവർ ഇവിടുന്ന് ഫ്ലൈറ്റ് വിടാത്തെ. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലയോ, ബോർഡ് ചെയ്തിട്ട് ഡീബോർഡ് ചെയ്തു. കാരണം അവർ പറഞ്ഞു ക്ലിയറൻസ് കിട്ടിയില്ല. പൈലറ്റ് അനൗൺസ് ദാറ്റ് ഹി ഈസ് ട്രൈങ് ടു നെഗോഷിയേറ്റ് വിത്ത് അതോറിറ്റീസ് ഇൻ കൊച്ചിൻ എയർപോർട്ട്. എന്നിട്ട് മേ ബി ആഫ്റ്റർ 15 minutes ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് agreeing to what we want, and they don't want us to land there. So we will announce the next flight maybe in next 2 hours. But ഇപ്പം ഒരു 12 മണിക്കൂറായി, there is absolutely no update.
ഞാൻ അപ്രോക്സിമേറ്റ്ലി എന്റെ കൂടെ ഇവിടെ അല്ല ഫസ്റ്റ് ഡീബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ ടോട്ടൽ വി ആർ ഹിയർ ഫോർ ലൈക്ക് മോർ ദാൻ 48 hours ഓൾസോ ദർ പീപ്പിൾ ലൈക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്ന US നാ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സൺഡേ മോർണിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വിത്ത് മൈ ഫാമിലി ആൻഡ് ദെൻ ഐ ഹാവ് ലൈക്ക് 10-year-old ബോയ് വിത്ത് മീ അങ്ങനെ തന്നെ there is like as I said 45 days old kid small kid right they are crying right there are a lot of mothers who are crying because they are feeling helpless milk illa pillarku kodukkan pillarke vendi food illa bhashnam illa there exactly 300 people right waiting to hear what is the next best course of action for all of us പക്ഷേ ആരുടെയും കയ്യിൽ ഒരു അപ്ഡേറ്റും ഇല്ല there is absolutely no update we tried to contact the embassy here also the Indian embassy but there is no response. There is no response. Same dress. I have got people with me here. Same clothes, wearing same clothes, standing here. You can see in the airport, waiting to see if we can get any update. I hope you can see it. ഉറപ്പായും ബിനു എല്ലാവരെയും കാണുന്നുണ്ട്. നമ്മൾ ഈ വിവരം ഇപ്പോൾ ഈ വാർത്തയിലൂടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഞങ്ങൾ അന്വേഷിക്കാം എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇപ്പോൾ ഈ ഖത്തർ എയർവേസിന്റെ വിമാനം ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം എന്ന് ഞങ്ങൾ ഉറപ്പായും അന്വേഷിക്കും. ഇത് മുഴുവൻ അധികൃതരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദോഹയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ കുഞ്ഞുങ്ങളും പ്രായമായവരും ഉൾപ്പെടെ ഉള്ള യാത്രക്കാർ അവർക്ക് നാട്ടിലേക്ക് എത്തണം. 24 മണിക്കൂറിലധികമായി അവർ ദോഹ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഖത്തർ എയർവേസ് അവർക്ക് മറുപടി നൽകുന്നില്ല. എന്താണ് ഡിലേ എന്നതിൻ്റെ ഒരു വിശദീകരണം നൽകുന്നില്ല, പകരം ഏർപ്പാടുകൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു വിമാനത്താവളങ്ങളിൽ ഇറങ്ങാനോ അതിനുള്ള എന്തെങ്കിലും ഒരു ക്രമീകരണം ഒരു പ്ലാൻ ബി ഉണ്ടാകേണ്ടതാണല്ലോ ഒരു വിമാന കമ്പനിക്ക്. അതില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബിനു എന്തായാലും ബിനു പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബിനു തന്നെയല്ല ഒപ്പമുള്ള യാത്രക്കാർ പറഞ്ഞത് മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ പരമാവധി നമുക്ക് ഒരു വാർത്താ സ്ഥാപനം ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും എല്ലാവർക്കും ഉറപ്പ് നൽകുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ എബി അദ്ദേഹവും ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. എബി, താങ്കളല്ല താങ്കളുടെ കുടുംബമാണ് ആ വിമാനത്തിൽ വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, എന്റെ കുടുംബമാണ്, എന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ് എയർപോർട്ടിലുള്ളത്. അവര് ഇന്നലെ വൈകിട്ടാണ് അവര് എയർപോർട്ടിൽ ചെന്നത്. പക്ഷെ മറ്റേ എയർ ബ്ലോക്ക് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവര് രാവിലെ 6 മണിയായപ്പം അവരെ ഒരു ഫ്ലൈറ്റിൽ കയറ്റി ഇരുത്തിയതാണ്. ഇരുത്തി കഴിഞ്ഞപ്പം പിന്നെ പറയുന്നു നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ റൺവേ ക്ലോസ് ചെയ്തിരിക്കുകയാണ് മെയിൻ്റനൻസ് ആയിട്ട്, അതുകൊണ്ട് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പുറത്തിറക്കി. ഇപ്പം അത് കഴിഞ്ഞ് ഇതുവരെ അവർക്ക് യാതൊരു വേറെ ഒരു ഫ്ലൈറ്റ് ഒന്നും അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടില്ല. കുറച്ചു പേർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, ബാക്കിയുള്ളത് പിന്നെയും ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അതുപോലെ ഫുഡ് അവർക്ക് 2 നേരം മാത്രമാണ് അവർക്ക് കൊടുത്തത്. ഇന്നലെ വൈകിട്ട് തൊട്ട് അവർ നിൽക്കുന്നവരാണ്. താങ്കൾ എവിടെയാണ് ഇപ്പം? നെടുമ്പാശ്ശേരിയിലാണോ? അവരെ കാത്തു നിൽക്കുകയാണോ? അല്ലല്ല, ഞാനിവിടെ ഖത്തറിലാണ്. ഖത്തറിൽ തന്നെ ഉണ്ട്. എന്റെ വൈഫും കുഞ്ഞുങ്ങളും അവരെ ഞാൻ നേരത്തെ വിടുകയാണ് നാട്ടിലോട്ട്. യെസ്, മനസ്സിലായി. അപ്പോൾ അവർക്ക് അവര് 24 മണിക്കൂറിലധികമായി എയർപോർട്ടിലായിട്ടല്ലേ? 24 മണിക്കൂർ അധികമായി. അവർ ഇന്നലെ വൈകിട്ട് 4 മണിയായപ്പോൾ എയർപോർട്ടിൽ ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതാണ്. ഇപ്പൊ ഇവിടെ സമയം 8 മണിയായി. ഇതുവരെ അവർക്ക് പുറത്തിറങ്ങാനും പറ്റിയിട്ടില്ല. അത് അവർ പറയുന്നത് എയർപോർട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ കെട്ടിക്കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. ശരി അബി, എന്തായാലും ഇത് ഞങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ വിവരം ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തു നിന്നോ എംബസിയിൽ നിന്നോ ഒക്കെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അതിൽ ഇടപെടും എന്ന് നമ്മൾ കരുതുന്നു. നെടുമ്പാശ്ശേരിയിൽ ഞങ്ങളൊന്ന് അന്വേഷിക്കാം. ഈ ഖത്തർ എയർവേസ് പറയുന്ന പോലെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാം. നമ്മൾ ഇതുവരെ നമ്മളുടെ അത്തരം ഒരു പ്രശ്നം അവിടെ എന്തെങ്കിലും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതും ഒന്ന് അന്വേഷിക്കാം. ഏതായാലും ഈ വിവരം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദോഹയിലെ വിമാനത്താവളത്തിലാണ് നിരവധി മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. ഏതാണ്ട് 24 മണിക്കൂറിലധികമായി ഈ ഖത്തർ എയർവേസിന്റെ വിമാനം കൊച്ചിയിലേക്ക് വരേണ്ടത് അവിടെ പുറപ്പെട്ടിട്ടില്ല. നെടുമ്പാശ്ശേരിയിലെ എന്തോ പ്രശ്നമാണെന്ന് മാത്രമേ യാത്രക്കാർക്ക് അറിയൂ. അതിനപ്പുറം ഒരു വിശദീകരണവുമില്ല. ഭക്ഷണം കൃത്യമായി കിട്ടുന്നില്ല. നിരവധി പ്രശ്നങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു.